ഹായ് ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഐസ് ടീ ഉണ്ടാക്കുന്നൊരു സെറ്റപ്പ് കേട്ടോ. ചാലക്കുടിയിലെ ഒരു റോമൻറ്റ് കഫേയിലാണ് ഈ സംഭവം. അബു എന്ന് പറയുന്നൊരു ബാരിസ്റ്റയാണ് ഈ സംഭവം ചെയ്യുന്നത്. ഇതിനകത്തേക്ക് ആദ്യം അവനെ ഒരു ചെറുനാരങ്ങ മുറിച്ചിട്ടു. ഇപ്പോൾ എന്തൊക്കെയോ ഇലയൊക്കെ എടുക്കുന്നുണ്ട്. ചോദിച്ചവൻ പറഞ്ഞത് പുതിന ഇലയാണെന്നാണ് പറഞ്ഞത്. അതിനകത്ത് നിന്ന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇല വലിച്ചിടുന്നുണ്ട്. പിന്നെ ഒരു കുപ്പീന്ന് എന്തോ ഒരു സംഭവം എടുക്കുന്നുണ്ട്. എന്നതാണ് ആളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പീച്ച് എസൻസ് ആണ് പറഞ്ഞത്. ഐസ് ടീയുടെ പീച്ച് എസൻസ്. അതൊരു 3-4 സ്പൂൺ ഒഴിക്കുന്നുണ്ട് അതിനകത്തേക്ക്. ആദ്യം നാരങ്ങ കട്ട് ചെയ്തിട്ട് അതിലേക്ക് പുതിനയില ഇട്ട് അതേപോലെ തന്നെ ഒരു 3-4 ടീസ്പൂൺ പീച്ചിൻ്റെ ഐസ് ടീ എസൻസ് ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് മിക്സപ്പ് ചെയ്ത് വീണ്ടും ഒരു നാരങ്ങ, ചെറുനാരങ്ങ സെറ്റായിട്ട് കട്ട് ചെയ്ത ആശാൻ എനിക്ക് തോന്നുന്നു അത് പിഴിഞ്ഞൊഴിച്ച് സെറ്റായിട്ട് ആശാൻ അതിനകത്തേക്ക് തന്നെ പിഴിഞ്ഞൊഴിച്ച്. പിന്നെ വേറെ പഞ്ചസാര ഒരു 5-6 സ്പൂൺ, 1 2 3 4 4.5 സ്പൂൺ പഞ്ചസാര ഇട്ടു. പിന്നെ ചായപ്പൊടിയുടെ പാത്രം എടുക്കുന്നുണ്ട്. ചായപ്പൊടിയുടെ പാത്രം എടുത്തു. അതിനകത്തുനിന്നൊരു വലിയ സ്പൂൺ ചായപ്പൊടി തന്നെ അതിനകത്തേക്ക് ഇട്ടിട്ട് ചൂടുവെള്ളം, അതിനകത്ത് തിളച്ച വെള്ളം ആ പഞ്ചസാരയും ചായപ്പൊടിയും എടുത്തില്ല അതിനകത്തേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് ആശാൻ ചായ ഉണ്ടാക്കുകയാണ് അതിനകത്ത്. ചായ നല്ല കടുപ്പമുള്ള ചായ ഉണ്ടാക്കി വെച്ചു. നല്ല സ്ട്രോങ് ചായ കേട്ടോ ആശാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ചായ വെച്ചിട്ടായിരിക്കും ആശാൻ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാൻ പോകുന്നത്. വീണ്ടും കുറച്ചുകൂടെ വെള്ളം എടുത്തിട്ടുണ്ടാകും. എന്താണ് ബാരിസ്റ്റ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും നമുക്ക് നോക്കാം എന്താണ് ആൾ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. ആൾ ഐസ് ക്യൂബ് ആണോ എന്നാണ് വാരിയെടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഐസ് ക്യൂബ് എപ്പോഴും മിൻറ്റിട്ടിരിക്കുന്ന പാത്രത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലേവർ ഐസ് ക്യൂബിലേക്കും വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്ത് ചായയുടെ തന്നെ സ്പൂൺ എടുത്ത് ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. വീണ്ടും മിക്സ് ചെയ്തു. പിന്നെ എന്താ എടുത്ത് നോക്കിയിട്ട് തിരിച്ചു വെച്ചു. ആളെ ഇപ്പോൾ കാണാനില്ല, അതാ വരുന്നത്. പുള്ളി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണെന്ന് തോന്നുന്നു കുപ്പിക്കകത്ത്. ആ വെള്ളം അതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. വേറെ വെള്ളമൊക്കെ ഇരിപ്പുണ്ട്. പുള്ളി പറഞ്ഞ ആ വെള്ളമാണ് അതിനകത്ത് ഒഴിക്കേണ്ടത്. അതാണ് അതിൻ്റെ സീക്രട്ട് എന്ന്. പിന്നെ അങ്ങോട്ട് ചായയിലെടുത്ത പാത്രം ഇങ്ങനെ ചരിച്ച് പിടിച്ച് പതുക്കെ സ്പൂണും ചരിച്ച് തലകുത്തിനെ പിടിച്ച് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പുള്ളി പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് ചായ നമ്മൾ വെളിയിലും കളയണമെന്ന്. അപ്പോൾ ഇങ്ങനെ 2 സംഭവം ഒരുമിച്ച് ചെയ്യണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ എന്ന് പറയുന്നത്. പകുതി ചായ വെളിയിൽ പോകുന്നുണ്ട്, പകുതി ചായ അതിനകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. വളരെ സൂക്ഷ്മതയോടെയാണ്. കണ്ടില്ല, തൊപ്പിക്കുള്ളിൽ കൂടെ കണ്ണ് പോകുന്ന പോക്കിടല്ലേ, എന്താ രസമല്ലേ. ചാലക്കുടിയിലാട്ടോ ഈ സംഭവം നടക്കുന്നത്. ഒരു സെറ്റ് കഫേയാണത്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പിന്നീട് കഫേയുടെ ഡീറ്റെയിൽ ഞാൻ പിന്നെ വീണ്ടും ആ പീച്ച് ഫ്ലേവറിൻ്റെ ഐസ് ടീയുടെ സാധനം വീണ്ടും പുള്ളി അതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ആദ്യം അത് മതി എന്നാണ് പറഞ്ഞത്. പിന്നാണ് പുള്ളി നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒഴിച്ചേക്കാം, കംപ്ലൈൻറ്റ് വരണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ ഓർഡർ ചെയ്തതല്ല കേട്ടോ, വേറെ ആരോ ഓർഡർ ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം തന്നെയാണെന്ന് തോന്നുന്നു കുപ്പിക്കകത്തെടുത്തിട്ട് വരുന്നത്. അതൊഴിച്ച് പിന്നെ ഒരു അലങ്കാരത്തിന് നാരങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനകത്ത് സെറ്റ് ചെയ്ത് വീണ്ടും ഒന്നുകൂടെ ആശാൻ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് ഈ വീഡിയോ ഒക്കെ ചെയ്ത് തരാൻ നമ്മളെ സപ്പോർട്ട് ചെയ്തു കേട്ടോ പുള്ളി. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ എന്നെ കാണിച്ച് തന്നായിരുന്നു. ഞാൻ അതിലെ പോയപ്പോൾ വെറുതെ ഒന്ന് കയറി നോക്കിയതാണ്, എന്താ കഫേ, എങ്ങനെയാണ് കഫേയുടെ സെറ്റപ്പ് എന്നൊക്കെ അറിയാം. പൊളിച്ചിട്ടോ ആശാൻ. അതിനകത്ത് കണ്ടില്ല മിൻറ്റിൻ്റെയൊക്കെ ലീഫ് അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഐസ് ടീ സെറ്റപ്പ് ആയിരുന്നു. ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അടുത്ത ഞാൻ ഓർഡർ ചെയ്യാം. ഓക്കെ എന്നാൽ ബൈ.